രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കേന്ദ്ര സർക്കാർ നാളുകളായി നടത്തിവരുന്ന ആശ്വാസകരമല്ലാത്ത ഇടപെടലുകളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് ഒത്താശ ചെയ്യുന്നതിന്റെ നിരവധി തെളിവുകളും പൊതുജനങ്ങൾക്ക് മുൻപിൽ രാഹുൽ നിരത്തുകയുമുണ്ടായി. എന്നാൽ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും യാതൊരുവിധ മാറ്റവും ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് റീഫോംസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി താൻ രാജ്യത്തെ ജനങ്ങളോട് നാളുകളായി പറയുന്ന കാര്യങ്ങൾ പാർലമെന്റിലും വിവരിച്ചു. ഭരണപക്ഷത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നേരെ ആഞ്ഞടിച്ച രാഹുലിന്റെ ശക്തമായ ആ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്പീക്കർ സാർ, മഹാത്മാഗാന്ധിജി ഖാദിക്ക് ഇത്രയധികം പ്രാധാന്യം നൽകിയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേന്ദ്ര ബിന്ദുവായി അദ്ദേഹം ഖാദിയെ മാറ്റിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ജീവിത അവസാനം വരെ ഖാദി മാത്രം ധരിച്ചത് എന്തുകൊണ്ടാണ്? കാരണം ഖാദി കേവലം ഒരു തുണി മാത്രമല്ല. ഖാദി എന്നത് ഇന്ത്യൻ ജനതയുടെ ആത്മപ്രകാശനമാണ്, സ്വപ്നമാണ്, വികാരമാണ്. ഇന്ത്യൻ ജനതയുടെ ഉൽപാദന ശക്തിയാണ്. ഏത് സംസ്ഥാനത്ത് പോയാലും നമുക്ക് വ്യത്യസ്ത തുണിത്തരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഹിമാചലി തൊപ്പി, അസാമീസ് ഗമോസ, ബനാറസി സാരി, കാഞ്ചീപുരം സാരി, നാഗ ജാക്കറ്റ്, അങ്ങനെ ഈ തുണിത്തരങ്ങളെല്ലാം ആ ജനതയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അസം ജനത നിങ്ങൾക്ക് ഗമോസ നൽകുമ്പോൾ അവർക്ക് ഒരു തുണി മാത്രമല്ല തരുന്നത്, അവരുടെ ചരിത്രം, പാരമ്പര്യം, ഭാവി, സ്വപ്നം അതെല്ലാം നൽകുകയാണ് ചെയ്യുന്നത്. നാഗകൾ ജാക്കറ്റ് നമ്മെ ധരിപ്പിക്കുമ്പോഴും അതേ കാര്യമാണ്. നമ്മൾ ആ തുണി ധരിക്കുന്നതിലൂടെ അവരോട് ചേർന്ന് നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ തുണിത്തരങ്ങൾ മനോഹരമാണ്. എന്നാൽ അല്പം ആഴത്തിൽ നോക്കിയാൽ ഓരോ തുണിയിലും ആയിരക്കണക്കിന് ചെറുനൂലുകൾ പരസ്പരം ചേർന്ന് നിൽക്കുന്നത് കാണാം. ഒരു കാഞ്ചീപുരം സാരിയിൽ സ്വർണ്ണനൂലുണ്ടാകാം, പക്ഷേ ആ സ്വർണ്ണനൂലിന് പച്ചനൂലോ മഞ്ഞനൂലോ ഇല്ലെങ്കിൽ അർത്ഥമില്ല. മറ്റൊരു കാര്യം, സാരിയിലോ മറ്റേത് തുണിയിലോ ആയാലും എല്ലാ നൂലുകളും തുല്യരാണ്. ഒരു നൂൽ മറ്റൊന്നിനേക്കാൾ ഉന്നതനല്ല. അവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ തുണിയാകൂ. നമുക്ക് ചൂട് പകരൂ, സംരക്ഷിക്കൂ, ഹൃദയത്തിലുള്ളത് പ്രകാശിപ്പിക്കൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യവും. 140 കോടി ജനങ്ങളാൽ നെയ്തെടുത്ത ഒരു തുണി. ഈ ഒരു തുണിയെ ഒരുമിച്ച് നിർത്തുന്നത് വോട്ടാണ്. വീണ്ടും പറയുന്നു, 140 കോടി ജനങ്ങളുടെ തുണി വോട്ട് കൊണ്ടാണ് ഒരുമിച്ച് നെയ്തിരിക്കുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ലോക്സഭ, രാജ്യസഭ, എല്ലാ നിയമസഭകൾ, പഞ്ചായത്തുകൾ വോട്ടില്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല. HAL, ബെൽ, ONGC, ISRO, ചന്ദ്രയാൻ, ഈ അഭിമാനങ്ങളൊന്നും വോട്ടില്ലാതെ ഉണ്ടാകില്ലായിരുന്നു. ഇന്ത്യൻ യൂണിയനിലെ ഓരോ വ്യക്തിയും, അതായത് ഓരോ നൂലും തുല്യമാണെന്ന ആശയമാണ് RSSനെ അലോസരപ്പെടുത്തുന്നത്. തുണി അവർക്കിഷ്ടമാണ്, പക്ഷെ തുണിയിലെ ഓരോ വ്യക്തിയും, അതായത് മതം, ജാതി, ഭാഷ എന്തു തന്നെ ആയാലും തുല്യരാണ് എന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവർ സമത്വത്തിൽ വിശ്വസിക്കുന്നില്ല. അവരൊരു ശ്രേണിബന്ധ സമൂഹത്തിലാണ് വിശ്വസിക്കുന്നത്. അതിൽ അവർ തന്നെ മുകളിലായിരിക്കണം. 1948 ജനുവരി 30 മഹാത്മാഗാന്ധിജിയുടെ നെഞ്ചിൽ 3 വെടിയുണ്ടകൾ തുളഞ്ഞു. നാഥുറാം ഗഡ്സെ രാജപിതാവിനെ വധിച്ചു. ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ഗാന്ധിജിയെ ആശ്ലേഷിക്കുന്നില്ല. അവർ അദ്ദേഹത്തെ തള്ളിപ്പറയുകയാണ്. അദ്ദേഹം അവർക്കൊരു അസ്വസ്ഥതയുള്ള സത്യമാണ്. പക്ഷേ അവിടെ പദ്ധതി അവസാനിച്ചില്ല. എല്ലാം വോട്ടിൽ നിന്നാണ് ഉടലെടുത്തതെങ്കിൽ വോട്ടിൽ നിന്ന് ഉടലെടുത്ത സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുക്കുക തന്നെ വേണം. അതുകൊണ്ട് ഗാന്ധി വധത്തിന് ശേഷമുള്ള RCSന്റെ അടുത്ത ഘട്ടം ഇന്ത്യയുടെ സ്ഥാപനങ്ങളെ മൊത്തത്തിൽ കൈയടക്കലായിരുന്നു. സ്പീക്കർ സാർ, ഇത് അസ്വസ്ഥമായ സത്യങ്ങളാണ്. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ ഇഷ്ടമല്ല. അത് അവരെ അലോസരപ്പെടുത്തുന്നു. ഗാന്ധിജിയുടെ സമത്വത്തിന്റെ ഇന്ത്യ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണ സ്ഥാപനങ്ങളുടെ ഇന്ത്യ, അതെല്ലാം അവർക്ക് നശിപ്പിക്കേണ്ടിയിരുന്നു. അങ്ങനെ ആരംഭിച്ചു. ഓരോന്നോരോന്നായി ഓരോ സ്ഥാപനവും പിടിച്ചെടുത്തു. ഉദാഹരണങ്ങൾ പറയാം. ആദ്യമായി, ഇന്ന് ഇന്ത്യൻ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ എങ്ങനെ നിയമിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. യോഗ്യതയല്ല, ശാസ്ത്രീയ മനോഭാവമല്ല, ഒരു സംഘടനയിൽ അംഗത്വമുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. രണ്ടാമത്തേത് ഗൂഢാലോചന, ഏജൻസികളുടെ പിടിച്ചെടുക്കൽ. CBI, ED, ഇൻകം ടാക്സ് വകുപ്പ് പ്രതിപക്ഷത്തെ ആക്രമിക്കുവാനും സ്വന്തം ആശയത്തിന് അനുകൂലമായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനും. മൂന്നാമത്തേത് നമ്മുടെ സമ്പ്രദായത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനം തന്നെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഞാൻ ഇതൊന്നും തെളിവില്ലാതെ പറയുന്നില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരത്തിലുള്ളവരുമായി കൂട്ടുനിൽക്കുന്നുവെന്നതിന് മതിയായിട്ടുള്ള തെളിവ് ഇതിനകം ഞാൻ നൽകിയിട്ടുണ്ട്.
എനിക്ക് ചോദിക്കാനുള്ളത് 3 ചോദ്യങ്ങൾ മാത്രമാണ്. ഒന്നാമത്തേത്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ എന്തിന് നീക്കം ചെയ്തു? ചീഫ് ജസ്റ്റിസിൽ വിശ്വാസമില്ലേ? 2023 ഡിസംബറിൽ ഈ സർക്കാർ നിയമം മാറ്റി. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തന്റെ കർമ്മങ്ങൾക്ക് ശിക്ഷിക്കപ്പെടില്ലെന്ന്. ഇമ്മ്യൂണിറ്റി. ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ചെയ്തിട്ടില്ല. എന്തിനാണ് ഈ സമ്മാനം? മൂന്നാമത്തേത്, CCTV ഫുട്ടേജ്. തെരഞ്ഞെടുപ്പിന് 45 ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കാൻ അനുവദിക്കുന്ന നിയമം എന്തിന്? ഡാറ്റയുടെ പ്രശ്നമല്ല, തെരഞ്ഞെടുപ്പ് മോഷ്ടിക്കാനാണ്. എന്താണ് ഈ സ്ഥാപന പിടിച്ചെടുക്കലിന്റെ ഫലം? പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളുകൾ അനുസരിച്ച് 4 മുതൽ 5 മാസം നീളുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഹരിയാനയിൽ ഒരു ബ്രസീലിയൻ സ്ത്രീയുടെ പേര് 22 തവണ വോട്ട് ലിസ്റ്റിൽ, ഒരു ബൂത്തിൽ ഒരു സ്ത്രീയുടെ പേര് 2000-ലധികം തവണ. ഉത്തർപ്രദേശിൽ നിന്നുള്ള BJP നേതാവ് ഹരിയാനയിൽ വോട്ട് ചെയ്യാൻ വരുന്നു. ബീഹാറിൽ SIR-ന് ശേഷമോ 1.22 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോകൾ. ഈ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെ ഉത്തരമില്ല. തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിന് വേണ്ടത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, തെരഞ്ഞെടുപ്പിന് 1 മാസം മുൻപ് എല്ലാ പാർട്ടികൾക്കും മെഷീൻ റീഡബിൾ വോട്ട് ലിസ്റ്റ് നൽകുക. 2, CCTV ഫുട്ടേജ് നശിപ്പിക്കുവാനുള്ള നിയമം പിൻവലിക്കുക. 3, EVM-ന്റെ ആന്തരിക ഘടന പരസ്യമാക്കുക എന്നിവയാണ്. നമ്മുടെ വിദഗ്ധർക്ക് EVM പരിശോധിക്കാൻ അനുവദിക്കുക. 4, തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പൂർണ്ണ ഇമ്മ്യൂണിറ്റി നൽകുന്ന നിയമം റദ്ദാക്കുക. ആ നിയമം ഒരിക്കൽ റദ്ദാക്കും, മുൻകാല പ്രാബല്യത്തോടെ തന്നെ. ഓർത്തോളൂ, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം മാത്രമല്ല, ഏറ്റവും മഹത്തരമായ ജനാധിപത്യം കൂടിയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ, ഭാഷകൾ, വൈവിധ്യം, ഈ മഹത്തായ രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നത് വോട്ടാണ്. ആ വോട്ടിനെയാണ് ഇവർ ആക്രമിക്കുന്നത്, നശിപ്പിക്കുന്നത്. അവസാനം ഒന്ന് പറയട്ടെ, ഏറ്റവും വലിയ ദേശദ്രോഹ പ്രവൃത്തി എന്ന് പറയുന്നത് വോട്ട് മോഷ്ടിക്കലാണ്. വോട്ട് നശിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യ എന്ന തുണിയെ, ആധുനിക ഇന്ത്യയെ, ഇന്ത്യ എന്ന ആശയത്തെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വോട്ട് ചോരയാണ് ദേശവിരുദ്ധ പ്രവൃത്തി. എതിർ ബെഞ്ചിലുള്ളവർ ദേശവിരുദ്ധ പ്രവൃത്തി ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ പ്രസംഗം നിർത്തിയത്.